+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 12 3 ഡയമെൻഷണൽ ജോമെട്രി പാർട്ട് 3. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചത് സ്പേസിനെ, അതായത് എക്സ് വൈ, വൈ സെറ്റ്, എക്സ് സെറ്റ് എന്നീ 3 പ്ലെയിനുകൾ 8 ഭാഗമായി സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് അതിനെയാണ് ഒക്ടൻ്റ് എന്ന് പറയുന്നത്. കൂടാതെ സ്പേസിലെ 2 പോയിന്റുകൾക്കിടയിലുള്ള ലെങ്ത് കാണാനും നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. കൂടാതെ 2D സ്പേസിലെ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ജസ്റ്റ് എക്സ്റ്റൻഷനാണ് 3D സ്പേസിൽ വരുന്നത്. ഇതേപോലെ തന്നെയാണ് സെക്ഷൻ ഫോർമുലയുടെ കാര്യത്തിലുമുള്ളത്. അതായത് 2D സ്പേസിൽ the coordinates of a point dividing the line segment joining the points x1 y1 and x2 y2 internally in the ratio m is to n. അതിൻ്റെ ഫോർമുല നമുക്ക് അറിയാം. അതായത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ എന്നും വൈ കോർഡിനേറ്റ് വരുന്നത് എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ. ഇതാണ് 2D സ്പേസിൽ 2 പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല, അതായത് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്. ഇവിടെ വരുന്ന മാറ്റം x1 y1 z1 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് x2 y2 z2 ഉണ്ടെങ്കിൽ ഇതിനൊരു ആ റേഷ്യോന് ഒരു സെറ്റ് കോർഡിനേറ്റ് കൂടി ഉണ്ടായിരിക്കും. അതുമാത്രമാണ് ഇവിടെ വരുന്ന വ്യത്യാസം. നമുക്കത് നേരിട്ട് പറയാം. സെക്ഷൻ ഫോർമുല, അതായത് നമുക്കിവിടെ അറിയാം പോയിന്റുകൾ x1 y1 z x1 y1 z1 ഇതാണ് ആദ്യത്തെ പോയിന്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ, അതായത് P എന്ന പോയിൻ്റാണ് x1 y1 z1. Q എന്ന പോയിൻ്റ് x2 y2 z2 ആണെങ്കിൽ ഈ രണ്ട് പോയിൻ്റ് ഉൾപ്പെടുന്ന ലൈൻ ജോയിൻ ചെയ്യുന്ന ലൈൻ, അതായത് പി ക്യു എന്ന ലൈൻ ജോയിൻ അതിന് റേഷ്യോ എം ഈസ് ടു എൻ എന്ന റേഷ്യോയിലാണെങ്കിൽ, അതിൻ്റെ പോയിൻ്റ് ആറാണെങ്കിൽ ആറിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആണെങ്കിൽ നമുക്ക് ആ എക്സിനെ കഴിഞ്ഞ 2 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ എഴുതിയിരുന്നു. അതായത് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എം എക്സ് ടു, എം ഇൻറ്റു എക്സ് ടു പ്ലസ് എൻ ഇൻറ്റു എക്സ് വൺ ബൈ എം പ്ലസ് എൻ. ഇതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് വരിക. അതായത് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ. അതേപോലെ തന്നെ വൈ കോർഡിനേറ്റ് വരുന്നത് എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ. അതുപോലെ തന്നെ സെറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എം സെറ്റ് ടു പ്ലസ് എൻ സെറ്റ് വൺ ബൈ എം പ്ലസ് എൻ. ഇൻറ്റേർണൽ ഡിവിഷൻ്റെ കേസിലുള്ള എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെറ്റ് കോർഡിനേറ്റ്. ഇതാണ് ഇൻറ്റേർണൽ ഡിവിഷൻ. ഇനി എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ്, അത് മാത്രമാണ് വ്യത്യാസം. അതായത് ഇൻറ്റേർണലിന് പകരം എക്സ്റ്റേണൽ ആണെങ്കിലുള്ള കോർഡിനേറ്റ്സ് എം എക്സ് ടു, എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ നമുക്കതിൻ്റെ കോർഡിനേറ്റ്സ് ഇങ്ങനെ ആയിരിക്കും. അതായത് എം എക്സ് ടു മൈനസ് എൻ എക്സ് വൺ ബൈ എം മൈനസ് എൻ. ഇതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് ആണെങ്കിൽ എം വൈ ടു മൈനസ് എൻ വൈ വൺ ബൈ എം മൈനസ് എൻ. സെറ്റ് കോർഡിനേറ്റ് വരിക എം സെറ്റ് ടു മൈനസ് എൻ സെറ്റ് വൺ ബൈ എം മൈനസ് എൻ. എക്സ്റ്റേണൽ ഡിവിഷൻ. ഇനി ഈ എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ എം ഈസ് ടു എൻ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് പറയാം? എമ്മും എന്നും തുല്യമാണെങ്കിൽ 1 ഈസ് ടു 1. ഇപ്പോൾ 1 ഈസ് ടു 1 ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ആൻഡ് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ബൈ ടു. ഇപ്പോൾ മിഡ് പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ഇങ്ങനെ വരും എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് ആണെങ്കിൽ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു. സെറ്റ് കോർഡിനേറ്റ് ആണെങ്കിൽ സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ബൈ ടു.
ഇതേ രീതിയിലാണ് രണ്ട് പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് കാണുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗത്തോടെ ഈ ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് അവസാനിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ഭാഗത്ത് ഇതിൻ്റെ തിയറി പാർട്ട് എഴുതുന്നു. കൂടാതെ 12.3 സെക്ഷനിലുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. 14 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോട്ടിലേക്ക് ഒന്ന് എഴുതി വയ്ക്കാം. സെക്ഷൻ ഫോർമുല. ഇപ്പോൾ നോട്ടിലേക്ക് എഴുതേണ്ടത്: the coordinates of a point dividing the line segment joining the points x1 y1 z1 and x2 y2 z2 in the ratio m is to n internally is. നേരത്തെ നമ്മൾ എഴുതിയത് തന്നെയാണ്. mx2 plus nx1 by m plus n, my2 plus ny1 by n plus n, mz2 plus nz1 by m plus n. Then external division ആണെങ്കിൽ externally is m x2 minus n x1 by m minus n, m y2 minus n y1 by m minus n, m z2 minus n z1 by m minus n. ഇനി കൂടാതെ if m equal to n, the point is a midpoint. അപ്പോൾ എമ്മും എന്നും ഈക്വൽ ആയിരിക്കും. അതായത് 1:1. അതായത് കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഈസ് x1 plus x2 by 2, y1 plus y2 by 2, z1 plus z2 by 2. പിന്നെ കൂടാതെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, വൈ സെഡ് പ്ലെയിനിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, എക്സ് സെഡ് പ്ലെയിനിൽ വൈ കോർഡിനേറ്റ് ആയിരിക്കും 0, എക്സ് വൈ പ്ലെയിനിൽ സെഡ് കോർഡിനേറ്റ് ആയിരിക്കും 0. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ കാര്യമാണ്. ഒരു ലൈൻ എക്സ് വൈ പ്ലെയിനിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് 0 എന്ന ആശയം ഉപയോഗിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. നമുക്കിനി അടുത്ത ഏതാനും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലംസ് 12.3 ആ സെക്ഷനിൽ 14 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്യാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ x1 y1 z1, x2 y2 z2 ആൻഡ് x3 y3 z3. സെൻട്രോയിഡിൻ്റെ കാര്യമാണ്, കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ ഒന്ന് റഫായിട്ടുള്ളത് വരയ്ക്കാം. ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എ ബി സി. ആ ട്രയാങ്കിൾ എ ബി സിയുടെ സെൻട്രോയിഡ് നമുക്കറിയാം. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം, അതായത് എ എന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതിനെയാണ് നാം പറയുന്നത് മീഡിയൻ. ഇപ്പോൾ ഒരു മീഡിയനാണ് ഇപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നത്, മീഡിയൻ. ദെൻ എ ബി സി, ബി എന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡായ എ സിയിലേക്ക് വരയ്ക്കുന്ന മീഡിയൻ, അതാണ് ഇപ്പോൾ ഈ വരച്ചത്. ദെൻ സി എന്ന പോയിന്റിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന മീഡിയൻ, ആ മീഡിയൻ, ഈ 3 മീഡിയനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നാം പറയുന്നത് സെൻട്രോയിഡ്. അപ്പോൾ ഈ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ഈ സമയത്ത് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കാദ്യം പേര് കൊടുക്കാം. ക്യാപിറ്റൽ എയുടെ കോർഡിനേറ്റ്സ് അറിയാം, സഫിക്സ് എല്ലാം 1 വരുന്നതാണ്. അതായത് x1 y1 z1. ദെൻ ക്യാപിറ്റൽ ബിയുടെ കോർഡിനേറ്റ്സ് x2 y2 z2. ദെൻ സിയുടെ കോർഡിനേറ്റ്സ് x3 y3 z3. നമുക്ക് എയിൽ നിന്ന് ബി സി എന്ന സൈഡിലേക്ക് വരയ്ക്കുന്ന മീഡിയൻ, അതിന് ഡി എന്ന് കൊടുക്കാം. ഇപ്പോൾ ഡിയുടെ പ്രത്യേകത, ഡി എന്ന് പറഞ്ഞാൽ ബി സിയുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും. പിന്നെ കൂടാതെ സെൻട്രോയിഡിൻ്റെ നൊട്ടേഷൻ ജി എന്നുള്ളതാണ് സെൻട്രോയിഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എ ഡി എന്ന മീഡിയനെ 2:1 ഭാഗിക്കുമ്പോഴാണ് ജി എന്നുള്ളത് എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡായിട്ട് മാറുന്നത്. നമുക്ക് കാണാനുള്ളത് ജി എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്.
അതിന് നമുക്കറിയാവുന്നത് കോർഡിനേറ്റ്സ് ഓഫ് എ ബി ആൻഡ് സി അറിയാം. അതായത് നമുക്ക് എഴുതാം ലെറ്റ് ക്യാപിറ്റൽ എ, let the coordinates of a b c are, let the coordinates of a b and c are x1 y1 z1 x2 y2 z2 and x3 y3 z3 respectively. ഇനി നമുക്കറിയാവുന്നത് ഡി എന്നുള്ളത് ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി മിഡ് പോയിൻ്റ് ആണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് ഡി, ഡിയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല x2 + x3 / 2, x2 + x3 / 2. y കോർഡിനേറ്റ് ആണെങ്കിൽ y2 + y3 / 2. z കോർഡിനേറ്റ് z2 + z3 / 2. ഇപ്പോൾ ഡിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ജി എന്നുള്ളത് എ ബി സിയുടെ സെൻട്രോയിഡ് ആണെങ്കിൽ ജി ഡിവൈഡ്സ് എ ഡി ഇൻ ദ റേഷ്യോ 2:1. അപ്പോൾ നമുക്ക് എഴുതാം ഇഫ് ക്യാപിറ്റൽ ജി ഈസ് ദ centroid of triangle ABC, G divides, capital G divides AD in the ratio 2:1. അപ്പോൾ നമുക്ക് ജിയുടെ കോർഡിനേറ്റ്സ് എഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് ജി ആണ് സെൻട്രോയിഡ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കോർഡിനേറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ജി എന്നുള്ളത് ആ റേഷ്യോ 2:1 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡിയുടെ എക്സ് കോർഡിനേറ്റ്, അതായത് x2 + x3 / 2, mx2 + n എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു x1 / m + n, ദാറ്റ് ഈസ് 2 + 1. ഇപ്പോൾ എക്സ് കോർഡിനേറ്റായി. ഇനി ഇതേപോലെ y കോർഡിനേറ്റ് കാണുന്നു, അതായത് 2 ഇൻറ്റു y2 + y3 / 2, my2 + ny1 / m + n, that is 2 + 1. then ഇതിൻ്റെ z കോർഡിനേറ്റ്, അതായത് 2 ഇൻറ്റു z2 + z3 / 2, 1 ഇൻറ്റു z1 / 2 + 3, 2 + 1. ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് ആയി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യാൻസലേഷൻ 2 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 എന്ന വാല്യൂ ക്യാൻസൽ ചെയ്യാം. ഇവിടെയും 2 ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം. നമുക്ക് ബാക്കി അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത്, ഇപ്പോൾ ഇവിടെ x2 + x3 + x1 / 3 എന്നെഴുതാം. നമുക്കത് ഓർഡറിൽ ഇപ്പോൾ തന്നെ എഴുതാം. അതായത് ആദ്യം x1 എഴുതാം, x1 + x2 + x3 / 3. ദെൻ y കോർഡിനേറ്റ് ആണെങ്കിൽ y1 + y2 + y3 / 3, അതായത് y1 + y2 + y3 / 3. ദെൻ നടത്താം അതേപോലെ തന്നെ z1 + z2 +
Z3/3. മിഡ് പോയിൻ്റ് കാണാനാണെങ്കിൽ x1 + x2/2, y1 + y2/2, z1 + z2/2. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 എക്സ് കോർഡിനേറ്റും കൂട്ടുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാ y കോർഡിനേറ്റും കൂട്ടുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാ z കോർഡിനേറ്റ് ഡിവൈഡ് ചെയ്യുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സെൻട്രോയിഡ്. അപ്പോൾ സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുല x1 y1 z1, x2 y2 z2, x3 y3 z3 ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് ആണെങ്കിൽ സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുല x1 + x2 + x3/3, y1 + y2 + y3/3, z1 + z2 + z3/3. ഒരു ജനറൽ ഫോർമുല കൂടിയാണ്, അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യം കൂടിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് which divides the line segment joining the points -2, 3, 5 and 1, -4, 6 in the ratio 2:3 internally. നമുക്കതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതും. 2:3 internally. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. ആ ലൈനിൻ്റെ കോർഡിനേറ്റ്സ് -2, 3, 5, 1, -4, 6. ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് 2:3. ഈ ഭാഗം 2, ഈ ഭാഗം 3. അപ്പോൾ നമ്മുടെ x1 y1 z1, x2 y2 z2, mn. അപ്പോൾ mx2 + nx1/m+n. നമുക്ക് ഡയറക്റ്റായിട്ട് കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ കോർഡിനേറ്റ്സ് വരുന്നത് ദ കോർഡിനേറ്റ്സ് ആർ അതായത് നമുക്ക് കിട്ടുന്നത് 2 × 1 + 3 × -2, 3 × -2/2 + 3. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് ആയി. ദെൻ വൈ കോർഡിനേറ്റ് കാണാൻ 2 × -4 + 3 × 3/2 + 3. സെറ്റ് കോർഡിനേറ്റ് ആണെങ്കിൽ 2 × 6, 2 × 6 + 3 × 5/2 + 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -6 + 2, that is 4/5, -4/5. x coordinate ആയി. then -8 + 9, that is 1/5, y coordinate. then z coordinate 12 + 15, that is 27, 27/2 + 3, 5. ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. ഇൻറ്റേർണൽ ഡിവിഷൻ. ദെൻ എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ വ്യത്യാസം mx2 - nx1/m - n എന്ന് വരുന്നു എന്ന് മാത്രം. അപ്പോൾ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. ദ കോർഡിനേറ്റ്സ് ആർ the coordinates are 2 × 1, 2 × 1 minus 3 × -2 by 2 minus 3. X coordinate I, then y coordinate 2 × -4 minus 3 × 3. നെഗറ്റീവ് ഉള്ളതാണ് നാം ബ്രാക്കറ്റിൽ എഴുതുന്നത്. 2 - 3. ദെൻ സെറ്റ് കോർഡിനേറ്റ് 2 × 6 minus 3 × 5 by 2 - 3. ഡയറക്റ്റ് ഫോർമുല ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, അതായത് -6 -2. സിംപ്ലിഫൈ ചെയ്താൽ 6, അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന വാല്യൂ 2 + 6, 2 + 6, 8, 8/-1. ദെൻ
അടുത്ത വാല്യൂ -17 by -1. നെക്സ്റ്റ് വാല്യൂ -3 by -1. നമുക്ക് ആ നെഗറ്റീവ് ഒന്നും കൂടി മാറ്റിയാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ -8, 17, 3. This is the required coordinate. Then question number 16. Given that capital P 3, 2, -4, capital Q 5, 4, 6 and capital R 9, 8, -10 are collinear, find the ratio in which Q divides PR. അതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ Q divides the line segment joining the point P and R in the ratio K:1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് ലെറ്റ് capital Q 5, 4, -6 divide the line segment joining the point capital P 3, 2, -4 and capital R 9, 8, -10 in the ratio K:1. ഒന്നുകിൽ ഇത്ര എഴുതാം, അല്ലെങ്കിൽ ലെറ്റ് ദ റേഷ്യോ ബി K:1 എന്നെഴുതിയാലും മതി. തന്നിരിക്കുന്ന ഡാറ്റ ഇവിടെ അറിയാം, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് അറിയാം, നമുക്ക് റേഷ്യോ ആണ് കാണുന്നത്. അതായത് നമുക്ക് PQR അറിയാം, ഇതാണ് നമ്മുടെ P, ഇതാണ് R, ഇവിടെ Q. 3 കോർഡിനേറ്റ്സ് നമുക്കറിയാം. നമുക്ക് കാണേണ്ടത് K:1. അപ്പോൾ കെയുടെ വാല്യൂ ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം K:9 plus 1 into 3 by K+1. ഇതാണ് അതിൻ്റെ X കോർഡിനേറ്റ് വരിക. Y കോർഡിനേറ്റ് വരിക K:8 plus 1 into 2 by K+1. Then Z കോർഡിനേറ്റ് വരിക K:-10 plus 1 into 4 1 into -4 by K+1. ഇതാണ് നമുക്ക് കിട്ടുന്ന Q എന്ന കോർഡിനേറ്റ്സ്. അതിവിടെ തന്നിട്ടുണ്ട്, ഈക്വൽ ടു 5, 4, -6. നമുക്കതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇക്വേറ്റ് ചെയ്താൽ മതിയായിരിക്കും. നമുക്കിവിടെ ആദ്യം തന്നെ ഇക്വേറ്റ് ചെയ്യാം. അതായത് 9K plus 3 by K+1 equal to 5. അതായത് 9K plus 3 equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5K plus 5. അതായത് K ഇങ്ങോട്ട് മാറ്റിയാൽ 4K equal to 2. ഇതിൻ്റെ അർത്ഥം K equal to 2/4, that is 1/2. K 1/2 ആണെങ്കിൽ റേഷ്യോ 1:2. Therefore the ratio is, എന്താണ് റേഷ്യോ എന്നാണ് ചോദ്യം. The ratio is 1:2. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇൻറ്റേർണൽ ആണ്. The ratio is 1:2. ഇൻറ്റേർണലി എന്ന് എഴുതണമെന്നില്ല, ഒന്നുമില്ലെങ്കിൽ ഇൻറ്റേർണലി ആണ്. Then question number 17. Find the ratio in which the YZ plane divides the line segment formed by joining the points -2, 4, 7 and 3, -5, 8. ഏതാണ് റേഷ്യോ എന്നാണ് ചോദ്യം. അപ്പോൾ
അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് നേരത്തെ ഒരു പോയിൻ്റ് തന്നതിന് പകരം ഇവിടെ വൈ സെഡ് പ്ലെയിനാണ് ഡിവൈഡ് ചെയ്യണത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൈ സെഡ് പ്ലെയിനിൻ്റെ പ്രത്യേകത വൈ സെഡ് പ്ലെയിനിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഡിവൈഡ് ചെയ്യണ കേസിൽ എക്സ് കോർഡിനേറ്റിനായിട്ട് നാം ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് എഴുതാം. അതായത് വൈ സെഡ് പ്ലെയിൻ ഡിവൈഡ് ചെയ്യണ റേഷ്യോ k:1. അപ്പോൾ നേരത്തെ എഴുതുന്ന പോലെ വിശദമായിട്ട് എഴുതുന്നില്ല. ലെറ്റ് ദ റേഷ്യോ ബി k:1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ കോർഡിനേറ്റ്സ് ഹെൻസ് ദ കോർഡിനേറ്റ് ഈസ് k into 3 plus 1 into 2 by k plus 1. നമുക്കിത് മാത്രം എഴുതിയാൽ മതി, പക്ഷേ ബാക്കി കോർഡിനേറ്റ്സും കൂടി നാം എഴുതുകയാണ്. k into -5 plus 1 into 4 by k plus 1. ഇത് y കോർഡിനേറ്റ്. ദെൻ z കോർഡിനേറ്റ് ആണെങ്കിൽ k into 8 plus 1 into 7 by k plus 1. ഇതാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള കോർഡിനേറ്റ്സ്. അതിൽ നമുക്കറിയാം വൈ സെഡ് പ്ലെയിനിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. നമുക്ക് ആ കാര്യം എഴുതാം. we know that on y z plane x coordinate is 0. x coordinate is 0. ഇപ്പോൾ 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 3k plus 2, ഇതാണ് നാം k into 3 ആണ് 3k എന്ന് എഴുതിയത്, by k plus 1 equal to 0. ഇവിടെ 2 into 1 into -2 ആണ്. 1 into -2. അപ്പോൾ 3k -2 എന്നതാണ് വരിക. 3k -2. 3k -2. ഇതിൻ്റെ അർത്ഥം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k -2 equal to 0. 3k equal to 2. k equal to 2/3. k equal to 2/3 കിട്ടിയാൽ അർത്ഥം റേഷ്യോ ഈസ് 2:3. ദാറ്റ് ഈസ് റേഷ്യോ ഈസ് 2:3. That is internal division. Then next question. Using section formula, show that the points capital A, capital B and capital C are collinear. നമ്മൾ കൊളീനിയർ എന്നുള്ളത് പല തരത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ABC ആണെങ്കിൽ AB + BC = AC പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെക്ഷൻ ഫോർമുല ഉപയോഗിക്കണം എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, അതായത് AB എന്ന ലൈൻ, ആ AB എന്ന ലൈനിലെ ഒരു പോയിൻ്റാണ് C എങ്കിൽ അതിൻ്റെ അർത്ഥം ABC കൊളീനിയർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്നത് AB എന്ന പോയിൻ്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ കോർഡിനേറ്റ്സ്, അതായത് റേഷ്യോ k:1 എന്ന് കൊടുത്ത് അതിൻ്റെ ഒരു കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും. ആ കോർഡിനേറ്റ്സ് C ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന കെയുടെ വാല്യൂ ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു വാല്യൂ, ഒരു എക്സ് കോർഡിനേറ്റിനോട് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ABC ഒരേ ലൈനിലാണ്, അതായത് കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അതായത് ഇവിടെ P എന്ന പോയിൻ്റ് നമുക്കെടുക്കാം. ലെറ്റ് ക്യാപിറ്റൽ P be a point that divides AB in the ratio
ഇൻ ദ റേഷ്യോ k:1. അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. അതായത് കോർഡിനേറ്റ്സ് ഓഫ് പി, കോർഡിനേറ്റ്സ് ഓഫ് പി, പിയുടെ കോർഡിനേറ്റ്സ് അതായത് k ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 ബൈ k+1. ദെൻ y കോർഡിനേറ്റ് കാണാൻ k ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു -3 ബൈ k+1. z കോർഡിനേറ്റ് കാണാൻ k ഇൻറ്റു 1 പ്ലസ് k ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 4 ബൈ k+1. ഇപ്പോൾ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. ഈ പിയുടെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, അതായത് പിയും സിയും കോയിൻസൈഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഒന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് k, the value of k at which p coincides with c. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ സിയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം 0. അപ്പോൾ അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -1 ഇൻറ്റു k, അതായത് -k പ്ലസ് 2 ബൈ k+1. ഇതാണ് സിയുടെ എക്സ് കോർഡിനേറ്റായ 0. അതിൽ നിന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് -k പ്ലസ് 2 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് k ഈക്വൽ ടു 2. കെയുടെ വാല്യൂ 2 ആണ്. ഇതേ 2 തന്നെ ഈ 2ൻ്റെ വാല്യൂ ഇതിൽ കൊടുത്താൽ നമുക്ക് 1/3 കിട്ടണം. അതുപോലെ തന്നെ k ഈക്വൽ ടു 2 എന്നുള്ളത് പിയുടെ സെറ്റ് കോർഡിനേറ്റ്സിൽ കൊടുത്താൽ സിയുടെ സെറ്റ് കോർഡിനേറ്റായി മാറുന്നു എങ്കിൽ എ ബി സി ഒരേ ലൈനിലാണ്. അങ്ങനെയാണെങ്കിൽ കൊളീനിയറുമാണ്. ഫോർ k ഈക്വൽ ടു 2, ഫോർ k ഈക്വൽ ടു 2 കോർഡിനേറ്റ്സ് ഓഫ് പി കാണാം. കോർഡിനേറ്റ്സ് ഓഫ് പിയുടെ കോർഡിനേറ്റ്സ് നേരത്തെ ഇവിടെ നമ്മൾ കണ്ടെത്തി 0. ദെൻ അടുത്ത വാല്യൂ, അതായത് കെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 4 - 3 ബൈ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് കിട്ടി. ദെൻ കെക്ക് 2 കൊടുത്താൽ 2 ഇൻറ്റു 1 2, ദെൻ 4 ഇൻറ്റു 1 4, 4 പ്ലസ് 2 6, 6/3 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് പി എന്നുള്ളതും കോർഡിനേറ്റ്സ് ഓഫ് സി എന്നുള്ളതും ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം ഹെൻസ് സി ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 2:1 എന്നാണ് അതിൻ്റെ അർത്ഥം. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഹെൻസ് ക്യാപിറ്റൽ സി 0 1/3 2 divides AB in the ratio k:1 ആണ്, അതായത് 2:1. ഇനി പ്രത്യേകത കെക്ക് ശേഷമാണ് സി വരുന്നത്, അതായത് എക്സ്റ്റേണലി എന്നും കൂടി നമുക്കിവിടെ പറയാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. എക്സ്റ്റേണലി അതിൻ്റെ അർത്ഥം എ ബി സി ആർ കൊളീനിയർ. Therefore, that is A, B, C are collinear. A, B, C are collinear. ഇവിടെ നാം ചെയ്തത്, അതായത് പിയുടെ കോർഡിനേറ്റ്സ് എ ബി എന്ന ലൈൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ k:1 ആയിട്ട് കൊടുത്തതിന് ശേഷം പിയുടെ കോർഡിനേറ്റ്സ് കണ്ടു. ആ പിയുടെ കോർഡിനേറ്റ്സും സിയുടെ കോർഡിനേറ്റ്സും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കെയുടെ വാല്യൂ തന്നെയാണ്, ആ വാല്യൂ തന്നെയാണ് വൈ കോർഡിനേറ്റിനും സെറ്റ് കോർഡിനേറ്റിനും വരുന്നത്. അതിൻ്റെ അർത്ഥം സി തന്നെയാണ് പി എന്ന് കിട്ടി എപ്പോൾ കെയുടെ വാല്യൂ 2 കൊടുത്തപ്പോൾ.
അങ്ങനെയാണ് നാം എ ബി സി കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്തത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ട്രൈസെക്ട് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് ക്യാപിറ്റൽ P 4, 2, -6 ആൻഡ് ക്യാപിറ്റൽ Q 10, -16, 6. ട്രൈസെക്ട് നമുക്കറിയാം ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇതാണ് P എന്നുള്ള പോയിന്റ്, പിന്നെ ഇവിടെ Q എന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടാക്കി തിരിക്കുന്നു. ട്രൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ പാർട്ടാക്കി തിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ നമ്മുടെ ട്രൈസെക്റ്റ് ചെയ്യുന്ന 2 പോയിന്റുകൾ, ഒന്ന് എ ഒന്ന് ബി, ഇതിൻ്റെ രണ്ടിൻ്റെയും കോർഡിനേറ്റ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഈക്വലാക്കി ഭാഗിക്കുക എന്ന് പറഞ്ഞ അർത്ഥം പിയുടെ കോർഡിനേറ്റ്സ് അറിയാം, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് അറിയാം. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് കാണാൻ 1:2 എന്ന് കണ്ടെത്തിയാൽ മതിയായിരിക്കും. 1:2 ഭാഗിക്കുമ്പോൾ, അതായത് പി ക്യു എന്ന ലൈൻ ജോയിനിങ് സെഗ്മെൻറ്റിനെ 1:2 ഭാഗിക്കുമ്പോഴുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എ. ഇനി എയും ക്യൂവും കിട്ടിയാൽ മിഡ് പോയിൻ്റ് കണ്ടാലും മതി. പക്ഷേ കൂടുതൽ നല്ലത് എ കണ്ടത് തെറ്റുകയാണെങ്കിൽ ബി കാണുന്ന പോയിൻറ്റും ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റും. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് പി ബി ഈസ് ബി ക്യു എന്നുള്ളത് 2:1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പി ക്യു എന്ന ലൈൻ സെഗ്മെൻറ്റ് ജോയിൻ ചെയ്യുന്നതിനെ 1:2ഉം തുടർന്ന് 2:1 എന്ന റേഷ്യോയിലും അതിൻ്റെ കോർഡിനേറ്റ്സ് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്തുന്നു. ലെറ്റ് ദ പോയിന്റ് എ ഡിവൈഡ്സ്, ലെറ്റ് ദ പോയിന്റ് capital A divides PQ in the ratio 1:2, in the ratio 1:2. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ഓഫ് എ, കോർഡിനേറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എ, എയുടെ കോർഡിനേറ്റ്സ് അതായത് 1:2 എന്നർത്ഥം. അപ്പോൾ 1 × 10, 1 × 10 പ്ലസ് 2 × 4, 2 × 4 by 1 + 2 എക്സ് കോർഡിനേറ്റായി. ദെൻ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1 × -16 പ്ലസ് 2 × 2 by 1 + 2. Then z coordinate 1 × 6 plus 2 × -6 by 1 + 2. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 10 + 8, 18/3, 18/3. Then y coordinate -16 + 4, that is -12/3. Then z coordinate 6 - 12, that is -6/3. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ that is 6 - 4 - 2. ഇതാണ് എയുടെ കോർഡിനേറ്റ്സ്. ഈ പോയിൻറ്റും ക്യൂ എന്ന പോയിൻറ്റും ഉപയോഗിച്ച് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടാൽ ബി കിട്ടും. നമുക്കതിലും കുറച്ചും കൂടി കൂടുതൽ നല്ലത് ബിയുടെ പോയിൻ്റ് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണുകയാണ്. ദ പോയിൻ്റ് ക്യാപിറ്റൽ ബി divides PQ in the ratio 2:1. Coordinates of B. Coordinates of capital B. B യുടെ coordinates 2 × 10 plus 1 × 4 by 2 + 1. Then 2 × -16 plus 1 × 2 by 2 + 1. അടുത്ത വാല്യൂ വരുന്നത് 2 × 6 plus
1 into minus 6 by 2 plus 1. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ അതായത് 24/3. Then y coordinate minus 30 minus 30/3. Then അടുത്ത വാല്യൂ 6/3. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് വരെ സിംപ്ലിഫൈ ചെയ്താൽ 8 minus 10 2. ഇപ്പോൾ ട്രൈസെറ്റ് ചെയ്യുമ്പോൾ ഉള്ള പോയിന്റുകൾ ഒന്ന് 6 minus 4 minus 2 8 minus 10 2. ഇതാണ് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ്. Then question number 20. Find the equation of the set of the points P such that its distances from the points capital A 3 4 minus 5 and capital B minus 2 1 4 are equal. രണ്ട് ഇപ്പോൾ പി എന്ന പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള സെറ്റ് ഓഫ് പോയിൻറ്റ്സ് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. കാരണം എയും ബിയും സ്പേസിലുള്ള രണ്ട് പോയിന്റുകളാണ്. അപ്പോൾ നമുക്ക് ആ പോയിന്റിനെ പി എന്ന് കൊടുക്കാം. പിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആയിട്ടും കൊടുക്കാം. ലെറ്റ് ക്യാപിറ്റൽ പി എക്സ് വൈ സെഡ് be the point such that തന്നിരിക്കുന്ന കണ്ടീഷൻ ഈക്വൽ ആണ്. such that PA equal to PB, PA equal to PB. PAയും PBയും ഈക്വൽ ആണെങ്കിൽ PA സ്ക്വയർ ഈക്വൽ ടു PB സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. എയുടെ കോർഡിനേറ്റ്സ് അറിയാം, ബിയുടെ അറിയാം, പിയുടെ അറിയാം. അപ്പോൾ PA സ്ക്വയർ അതായത് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് സെറ്റ് മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇപ്പോൾ PA സ്ക്വയർ ആയി ഈക്വൽ ടു PB സ്ക്വയർ എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 സ്ക്വയർ പ്ലസ് സെറ്റ് മൈനസ് 4 സ്ക്വയർ. രണ്ടും ഈക്വലാണ്. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y പ്ലസ് 16 പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് 10 സെറ്റ് പ്ലസ് 25 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 പ്ലസ് സെറ്റ് സ്ക്വയർ മൈനസ് 8 സെറ്റ് പ്ലസ് 16. രണ്ട് ഭാഗത്തും എക്സ്പാൻഡ് ചെയ്തു. നമുക്ക് ഒരുപാട് ടേംസ് ക്യാൻസൽ ചെയ്യാനുണ്ട്. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, ഇപ്പുറത്ത് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, വൈ സ്ക്വയർ ഉണ്ട്, സെറ്റ് സ്ക്വയർ ഉണ്ട്, ഒരേപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ബാക്കി വരുന്ന ടേം മൈനസ് 6x ഉണ്ട്, ഇവിടെ മൈനസ് പ്ലസ് 4x ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്താൽ മൈനസ് 10x. ഇനി അതുപോലെ തന്നെ വൈ ടേം ആണെങ്കിൽ മൈനസ് 6y. ദെൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്ലസ് 18 സെറ്റ്. ദെൻ ഒരു 16 ഉണ്ട്, 9 ഉണ്ട്, 25 ഉണ്ട്, അതായത് പ്ലസ് 50. റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻറ്റ് 4 1 16 ദാറ്റ് ഈസ് 21. നമുക്കൊന്നും കൂടി ഒന്ന് ഓർഡർ ആക്കാം. എക്സ് ടേം പോസിറ്റീവ് ആക്കി എഴുതാം. അതായത് 10x പ്ലസ് 6y മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, കൂടെ കോൺസ്റ്റൻറ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു. മൈനസ് 18 സെറ്റ്. ഇനി ഇങ്ങോട്ട് വന്നാൽ പ്ലസ് 29 ആണ്. നമ്മളൊരു മൈനസ് 1 കൊണ്ട് കൂടെ ഗുണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈനസ് 29 ഈക്വൽ ടു 0 ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർലി ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ. ദെൻ
Last question 21. The centroid of a triangle ABC is at the point 1, 1, 1. If the coordinates of A and B are respectively, find the coordinates of C. സിയുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ അറിയുന്നത് എ അറിയാം, ബി അറിയാം, സി അറിയാം. എയുടെ കോർഡിനേറ്റ്സ് അറിയാം, അതുപോലെ തന്നെ ബിയുടെ അറിയാം, സി ആണ് കാണാനുള്ളത്. നമുക്ക് സിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് എന്ന് കൊടുക്കാം. ഇനി സെൻട്രോയിഡ്, നമുക്ക് സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ അറിയാം. 1, 1, 1 ആണ് സെൻട്രോയിഡ്. 1, 1, 1. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതിനാണ് മീഡിയൻ. അങ്ങനെ ഓരോ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന മീഡിയനുകളുടെ മിഡ് പോയിൻ്റ് ആണ്, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ്, മിഡ് പോയിൻ്റ് അല്ല, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് സെൻട്രോയിഡ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബി സി എന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഡി എങ്കിൽ എ ഡി എന്ന ലൈൻ അതിനെ 2:1 ഭാഗിക്കുമ്പോഴുള്ള കോർഡിനേറ്റ്സ് ആണ് സെൻട്രോയിഡ്. അതായത് സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുല എ x1 y1 z1, ബി x2 y2 z2, സി x3 y3 z3 ആണെങ്കിൽ x1 + x2 + x3/3, y1 + y2 + y3/3, z1 + z2 + z3/3. അതാണ് തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് 1, 1, 1. അപ്പോൾ നമുക്ക് എഴുതാം. ലെറ്റ് x, y, z be the coordinates of C. Be the coordinates of capital C. ഇത് നമ്മൾ റഫ് ഫിഗർ മാത്രമാണ് വരച്ചിട്ടുള്ളത്. സെൻട്രോയിഡ് G is നമുക്ക് ആ പോയിൻ്റ് എഴുതാം. സി എക്സ് വൈ സെഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് + 3 + -1/3 ഇതാണ് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് ആണെങ്കിൽ വൈ + -5 then +7, 3 വൈ കോർഡിനേറ്റും കൂടി ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ സെറ്റ് കോർഡിനേറ്റ് ആണെങ്കിൽ സെറ്റ് +7 + 6, z1 + z2 + z3/3. ഇതാണ് തന്നിരിക്കുന്ന 1, 1, 1. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റിംഗ് വിത്ത് പോയിൻ്റ് 1, 1, 1. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം x + 3 - 1/3 ഇതാണ് നമുക്കറിയാവുന്ന 1. ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതായത് ഇതിൻ്റെ വാല്യൂ ഇംപ്ലൈസ് x + 2 = 3. x + 2 3 ആണെങ്കിൽ വി ക്യാൻ ഈസിലി സേ ദാറ്റ് x = 1. അതേപോലെ y - 5 + 7/3 അതും 1 ആണ്. അതിൻ്റെ അർത്ഥം അതായത് y + 2/3 = 1. നേരത്തെ x + 2/3 1 ആണ്. അതുകൊണ്ട് വി ക്യാൻ ഈസിലി സേ ദാറ്റ് y = 1. ദെൻ മൂന്നാമത്തെ സെറ്റ് + 7 + 6/3 = 1. ഇതിൻ്റെ അർത്ഥം അതായത് സെറ്റ് പ്ലസ് ഇവിടെ 6 -6 ആണ്. അതായത് കിട്ടിയ വാല്യൂ സെറ്റ് ഇവിടെ -6 ആണ്. -6 അതായത് സെറ്റ് +1/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് സെറ്റ് +1 = 3. സെറ്റ് +1 3 ആണെങ്കിൽ സെഡ് = 2. അപ്പോൾ നമുക്ക് എക്സ് വൈ സെഡ് കിട്ടി. അതായത് സിയുടെ കോർഡിനേറ്റ്സ് ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അതായത് കോർഡിനേറ്റ്സ് ഓഫ് സി. കോർഡിനേറ്റ്സ് ഓഫ് സി
1 1 2. ഇതോടെ ഈ സെക്ഷനോടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അതായത് ഈ ചാപ്റ്ററിൽ നാം പഠിച്ചത് ഒന്ന് ഒക്ടൻ്റ് എന്നൊരു കൺസെപ്റ്റാണ്, മറ്റൊന്ന് 2 പോയിൻ്റ് സ്പേസിൽ തന്നാൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല, പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ ഫോർമുല. ഇതിൽ മൂന്നിൽ 2 ഭാഗവും പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ പഠിച്ചതിൻ്റെ ജസ്റ്റ് എക്സ്റ്റൻഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതായത് ചെറിയ ഒരു ചാപ്റ്ററാണ്, ഇൻട്രൊഡക്ഷനാണ്, 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.